ഹേയ്, സോനാണ്. ടീം എം ചാനലിലെ മെൻറ്ററാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സയന്റിസ്റ്റുകളിൽ ഒരാളാണ് സ്റ്റീഫൻ വില്യം ഹോക്കിൻസ്. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. 1942 ഓക്സ്ഫോർഡിലാണ് സ്റ്റീഫൻ വില്യം ഹോക്കിൻസ് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാരന്റ്സിന് അദ്ദേഹത്തിന് ഒരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ഹോക്കിൻസിന് ഭൗതിക ശാസ്ത്രത്തിലായിരുന്നു കൂടുതൽ താല്പര്യം. അങ്ങനെ 17-ാം വയസ്സിൽ അദ്ദേഹം ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദം നേടി. തുടർ പഠനത്തിനായി അദ്ദേഹം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ 21-ാം വയസ്സിലാണ് അദ്ദേഹത്തിന് ഒരു മാരകമായിട്ടുള്ള അസുഖം പിടിപെടുന്നത്. അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ്, ALS എന്ന് പറയുന്ന രോഗം. ഡോക്ടേഴ്സ് വിധി എഴുതി 2 വർഷത്തിൽ കൂടുതൽ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. പക്ഷെ വീൽ ചെയറിലായ അദ്ദേഹം ഒരിക്കലും പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പാഷനെ പിന്തുടരണം. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൗതിക ശാസ്ത്രത്തിൽ ഒരു ബിരുദം നേടണം, അതിൽ ഒരു PhD നേടണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് പൊരുതി. കൈകാലുകളുടെ ചലനശേഷി, സംസാരശേഷി എല്ലാം നഷ്ടപ്പെട്ട അദ്ദേഹം ഈ ഡോക്ടേഴ്സിന്റെ എല്ലാ വിലയിരുത്തലുകളും മാറ്റിക്കുറിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ PhD പൂർത്തിയാക്കുകയും കൂടുതൽ വർഷം ജീവിക്കുകയും ചെയ്തു. മരണത്തെ മുന്നിൽ കണ്ട് വീൽ ചെയറിലായ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പാഷൻ, അദ്ദേഹത്തിന്റെ ഡ്രീംസിനെ ഫോളോ ചെയ്തു. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അങ്ങനെ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന, ഏറ്റവും പ്രഗത്ഭരായ സയന്റിസ്റ്റുകളിൽ ഒരാളായി മാറുകയാണ്. നമ്മളെ എല്ലാവരെയും ഇൻസ്പയർ ചെയ്യാൻ തക്ക രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഹോക്കിൻസ് മുന്നോട്ട് മാത്രമായിരുന്നു ചിന്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു സക്സസ് നേടിയെടുക്കാൻ സാധിച്ചത്. ഇത് നമുക്കൊരു പാഠമായിട്ട് എടുക്കാം. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊരു ട്രബിള് വരുന്ന സമയത്തും, എന്തൊരു പ്രശ്നങ്ങൾ വരുന്ന സമയത്തും പിന്മാറാതെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോവുകയും നമ്മൾ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതിലൊരു സക്സസ് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.